ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ 169 എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം. വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഇന്ന് രാത്രിയിലും അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങളും ഗാനങ്ങളും കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് രതീഷ് എസ് നാഗാലാൻഡിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസനാണ്. അദ്ദേഹം നമ്മോട് കൂടെയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകും. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ഇന്ന് രാത്രി ആലപിക്കുന്നത് സിസ്റ്റർ അസ്നത്ത് കണ്ണൻ അവറുകളാണ്. പ്രിയ സഹോദരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല രാത്രിക്കാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വലിയ കൃപ ഈ ശുശ്രൂഷയിൽ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാകണം. സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഒരുക്കിയിരിക്കുന്ന അവിടുത്തെ ദാസന്മാർക്കാട്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവരിലൂടെ അനുഗ്രഹീതമായ ദൈവവചനം കേട്ട്, സാക്ഷ്യങ്ങളെ കേട്ട്, ഗാനങ്ങളെ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമേ. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. കാലാവസ്ഥ അനുകൂലമാക്കി നൽകണമേ. അനേകർക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഇടയാകണം. അനേകർക്ക് അനുഗ്രഹമായി തീരണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം. കർത്താവിന്റെ ദാസൻ രതീഷ് സൗരനെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരി അസ്നത്ത് കണ്ണൻ അവറുകളെയും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്നതിനായി പ്രിയ സഹോദരിയെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
കണ്ണിന്നും ഭയത്തോന്നിയിൽ മോമനപ്പേർ ചൊല്ലി എന്നെ സ്നേഹിച്ചിടുവാൻ മലയിൽ കുരിശിൽ പോണം നിന്നാലും അവരെന്റെ മേത്തായി പാദങ്ങൾക്കായി മലയിൽ കുരിശിൽ പോണം നിന്നാലും അവരെന്റെ മേത്തായി പാദങ്ങൾക്കായി.
എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം നിന്നെ താങ്ങിയ നാമമേ, എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം നിന്നെ താങ്ങിയ വളരെ മനോഹരമായ രണ്ട് ഗാനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമുക്കിന്ന് ഇടവരുത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരി വസനത്ത് വളരെ മനോഹരമായിട്ടാണ് രണ്ട് ഗാനങ്ങൾ പാടിയത്. നെറ്റിൽ നിന്നൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആണ് പാടിയത്. അത് ദൈവനാമത്വത്തിനായിട്ട് ഇടവരട്ടെ. ചില മാസങ്ങൾക്ക് ശേഷമാണ് പ്രിയ സഹോദരി കാൽവരിനാഥ മിനിസ്ട്രിയിൽ വന്ന് ഇങ്ങനെ മനോഹരമായ പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയത്. ധാരാളം പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാനുള്ള അവസരങ്ങൾ ഇനി തരട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നോട്ടീസിൽ വെച്ച പോലെ തന്നെ പ്രിയ കർത്തൃദാസൻ രതീഷ് ദിമാപൂർ നാഗാലാൻഡിൽ നിന്നുള്ള കർത്തൃദാസനാണ്. പ്രിയ കർത്തൃദാസന്റെ ജീവിത അനുഭവങ്ങൾ കേൾക്കുവാനാണ് നാം ഇന്ന് ആകാംക്ഷയോടെ ഇരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് പലർക്കും നാഗാലാൻഡിൽ പോകാനോ അവിടെയുള്ള പ്രവർത്തനത്തിനെ കുറിച്ചൊന്നും മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കത്തില്ല. വളരെ ദൂരമുള്ള ഒരു സ്ഥലമാണത്. എന്നാൽ പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ ആ സ്ഥലത്ത് തന്നെ എത്തിക്കുന്ന രീതിയിൽ നമുക്ക് അത് ഒരു കർത്തൃദാസൻ നമ്മളിടുന്നത് വിവരിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നാം ഒരുക്കമുള്ളവരായിട്ട് പ്രാർത്ഥനയോടിരിക്കാം. ഇതുമൂലം ദൈവത്തിന്റെ നാമം നോത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ. അതിനായിട്ട് കർത്തൃദാസൻ രതീഷ് എസ് അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എളിയവനായ എനിക്കിന്ന് കാൽവറിനാഥം മിനിസ്ട്രി ഒരുക്കുന്ന പാടി സ്തുതിക്കാവുന്ന സൂം മീറ്റിങ്ങിൽ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സന്തോഷ് ബ്രദർ എന്നെ ഫോണിൽ വിളിക്കുകയും ആ നിലയിൽ മിനിസ്ട്രിയിലെ കർത്താവ് ചെയ്ത പ്രവൃത്തികളും അത് സാക്ഷിക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരം എനിക്ക് ഇന്ന് ഈ നിലയിലായിരിക്കാൻ തക്കോണം ദൈവം ഇടയാക്കി. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇവിടെ പ്രിയ അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് രതീഷ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മംഗലത്തുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹൈന്ദവ ഫാമിലിയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു പൈതലാണ്. ഏതാണ്ട് 1999 എനിക്കൊരിക്കൽ ഒരു ബൈബിൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ആ ബൈബിൾ ക്ലാസ്സിൽ 2 ദിവസത്തെ ബൈബിൾ ക്ലാസ് എങ്ങാണ്ടായിരുന്നു. ഒരു ദിവസം കർത്താവിന്റെ ദാസൻ PS തമ്പാൻ സാറ് പ്രസംഗിച്ചു. അതിനുശേഷം അടുത്ത ദിവസം KV വർഗീസ് കവടിയാറുള്ള ദേവദാസനും കർത്താവിന്റെ വചനം ശുശ്രൂഷിച്ചു. ആ ദിവസത്തിൽ ഒരു ദിവസം ഒരു സഹോദരി എന്നെ ആ മീറ്റിങ്ങിനെ ക്ഷണിച്ചു. ഞാൻ മനസ്സോടെയാണ് ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തത്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ചർച്ച് മീറ്റിങ്ങിലോട്ട് പോയാൽ എനിക്ക് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്നെ വഴക്ക് പറയും, അല്ലെങ്കിൽ എനിക്ക് അടിയൊക്കെ തരും. അതൊക്കെയും പേടിച്ചും കൊണ്ടാണ് ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. എന്നാൽ
അന്ന് രാത്രിയിൽ ഞാൻ ആ മീറ്റിങ്ങിൽ ദൈവവചനം വളരെ ശ്രദ്ധയോടുകൂടെ ഞാൻ കേട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ തിരിച്ചു വരികയും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് എന്നെ വളരെയധികം ദൈവദാസൻ പ്രസംഗിച്ച വചനം വളരെയധികം എൻ്റെ ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവിടെയുള്ള കർത്താവിൻ്റെ ദാസൻ, ആ സമയത്ത് മംഗലത്തോണത്ത് ശുശ്രൂഷയിലായിരുന്ന ഒ ജോർജൂട്ടി എന്ന് പറയുന്ന സഹോദരനും അതുപോലെ പുള്ളിയുടെ വൈഫ് അങ്കിളും ആൻറ്റിയും, അവരോട് ചെന്ന് ഈ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയും അങ്ങനെ അവരെനിക്ക് കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള വചനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1999 മെയ് മാസം 20 വ്യാഴാഴ്ച രാത്രിയിൽ 7:30 സമയത്തങ്ങാണ്ടാണ് ഞാൻ കർത്താവിന് എൻ്റെ ഹൃദയം ഞാൻ കൊടുത്തത്. കർത്താവിൻ്റെ ഹൃദയത്തിൽ കടന്നു വരികയും ചെയ്തു. ആ നിലയിലാണ് എനിക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അതിനുശേഷം കർത്താവിനെ അറിഞ്ഞ് ഞാൻ ജലത്തിൽ സാക്ഷിക്കണമെന്നുള്ള ക്ലാസ്സും പലപ്പോഴും PS തമ്പാൻ സാറൊക്കെ എൻ്റെ വീട്ടിൽ കടന്നു വന്ന് ആ നിലയിൽ എന്നെ ദൈവജനത്തിൽ കൂടെ അവര് പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി എന്തിന് സ്നാനപ്പെടണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എന്നെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. എന്നാലും എൻ്റെ വീട്ടുകാര് അതിനെ സമ്മതിച്ചില്ല. പലപ്പോഴും അതിന് അവര് തടസ്സം നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ എൻ്റെ അമ്മ എനിക്ക് അനുകൂലമായിരുന്നു. കാരണം എൻ്റെ അമ്മയാണ് ആദ്യം വിശ്വാസത്തിലോട്ട് കടന്നു വന്നത്. ഇപ്പോൾ എൻ്റെ മാതാവ് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. അപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് അനുകൂലമായി നിന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞ് അവനെ ഈ വഴിയാണെങ്കിൽ അവനെ വെറുതെ വിടുക, അവൻ്റെ കാര്യം അവൻ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ 2003 ആയപ്പോഴാണ് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആ സമയത്തൊക്കെയും വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. എൻ്റെ ഒരു സഹോദരൻ നീ സ്നാനപ്പെട്ടാൽ എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് അവർക്കൊരു ഭയമുണ്ടായിരുന്നു. അങ്ങനെ സ്നാനപ്പെടുന്നതിൻ്റെ തലേ ദിവസം എന്നെ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കരണത്തടിക്കുകയുണ്ടായി. കാരണം സ്നാനപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അത് തടസ്സമൊക്കെ മാറ്റി തന്നു. സ്നാനക്കടവില് പോയി സ്നാനപ്പെട്ടു. എൻ്റെ സ്നാനം കാണുവാനൊക്കെ എൻ്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ പലരും ഒക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് മാറ്റി തന്നു. കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ അതിനുശേഷം ഞാൻ അവിടെയുള്ള സഭയോടുകൂടെ ചേർന്ന് കർത്താവിനെ ഞാൻ ആരാധിച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ദൈവവചനം പഠിക്കണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജസ്റ്റ് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുമ്പനാട് 1 വർഷം പഠിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അവിടെ കുമ്പനാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പറയണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉടലെടുത്തത്. ആ നിലയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും അന്ന് എൻ്റെ കൂട്ടുകാരായിരുന്നവരൊക്കെയും എന്നോട് ഈ കാര്യമൊക്കെയും കൂടുതലായിട്ട് പറഞ്ഞ് അതുപോലെ എന്നെ എൻകറേജ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ചു വന്ന് സ്ഥലസഭയോട് ഇതുപോലെ പറഞ്ഞു, എനിക്ക് സുവിശേഷ വേല ചെയ്യണം, പക്ഷെ അത് കേരളത്തിൽ എവിടെയെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. ഞാൻ നാഗാലാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെയധികം കഥകളൊക്കെ ആ സമയത്ത് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 2000-നോടനുബന്ധിച്ച് ഞാൻ നാഗാലാൻഡിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നതായിട്ട് ഞാൻ വാർത്തയിൽ കേട്ടു. ആ സമയത്തൊക്കെ എനിക്ക് ആ സ്ഥലത്ത് എന്തോ ഒരു ഭയാനകമായിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് എനിക്ക് അന്ന് ഒരു തോട്ട് ഉണ്ടായത്.
എന്നാൽ ആ സമയത്ത് അവിടെയുള്ള ദേവദാസൻ ഇവിടെ നാഗാലാൻഡിൽ പ്രവർത്തിക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം പുള്ളി നാട്ടിലോട്ട് കടന്നു വന്ന സമയത്ത് എന്നെ ആ നിലയിൽ എൻകറേജ്മെന്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് വിസിറ്റിന് വരിക, എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കാമെന്നുള്ള നിലയിൽ ഇവിടെയുള്ള സഭ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള 1-2 ദേവദാസന്മാരൊക്കെ കടന്നു വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങള് നാഗാലാൻഡിലോട്ട് ട്രെയിന് കയറുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഏതാണ്ട് ഞങ്ങളുടെ അവിടുത്തെ സ്ഥലം പോലെയാണ് എനിക്ക് തോന്നിയത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയമായിരുന്നു. കാരണം ഇവിടുത്തെ ഭക്ഷണം വളരെയധികം ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല, വൊമിറ്റ് ചെയ്യുന്നു. പിന്നെ വേറൊന്നും ഭാഷ അറിയത്തില്ല. അങ്ങനെ മലയാളം മാത്രമേ എനിക്ക് അപ്പോഴ് അറിയത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ദേവദാസന്റെ കൂടെ ഏതാണ്ട് 1 മാസക്കാലം ചെലവിട്ടു. അങ്ങനെ പുള്ളി എൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് എനിക്കൊന്നും സംസാരിക്കുവാനായിട്ടൊന്നും സാധിക്കുന്നില്ലായിരുന്നു. കാരണം ഞാൻ മലയാളിയാണ്, പുള്ളി മലയാളി ആയതുകൊണ്ട്. എന്നാൽ എപ്പോൾ പുള്ളി തിരിച്ചു പോയോ ആ സമയത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, വളരെയധികം പ്രഷേഴ്സ് എനിക്ക് പലയിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ മലയാളത്തിൽ പറയുന്ന മെസ്സേജ് നാഗാമീസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ഒരു കർത്താവിന്റെ ദാസൻ. അങ്ങനെ ഒരുപാട് ദിവസം മുന്നോട്ട് പോയപ്പോൾ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ബ്രദർ തന്നെ അങ്ങ് പറഞ്ഞുതരാം. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ലാംഗ്വേജ് ഇപ്പോഴും ഒന്നും പിടുത്തമൊന്നും കിട്ടുന്നില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ആ സമയത്ത് ചെറിയൊരു നിലയിൽ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇച്ചിരി അമർഷമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ ഞാൻ തിരിച്ച് റൂമിൽ പോയിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു മലയാളി ഫാമിലി പരിചയപ്പെടുവാനായിട്ട് ദൈവം അങ്ങനെയുള്ള വഴി ഒരുക്കി. അവിടെയുള്ള കുഞ്ഞുങ്ങളോട് ഒത്തൊരുമിച്ച് സമയം കുറച്ചൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ഞാൻ ലോക്കൽ ലാംഗ്വേജ് പഠിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അങ്ങനെ ഞാൻ മുന്നോട്ട് എൻ്റെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ലാംഗ്വേജ് ചെറുതായിട്ട് പഠിച്ചപ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാനൊക്കെ ഞാൻ ട്രൈ ചെയ്തു. ഇവിടെയുള്ള ലോക്കൽ ലാംഗ്വേജ് നാഗാമീസിലെ കോമൺ ലാംഗ്വേജ്. അങ്ങനെ സഭാ കാര്യങ്ങളിലൊക്കെയും ഞാൻ എഴുതി വെച്ചിട്ട്, നാഗാമീസിൽ എഴുതി വെച്ചിട്ട് അത് ഞാൻ വായിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ തോട്ടൊക്കെ ഷെയർ ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ ആദ്യ കാലങ്ങളിൽ. അങ്ങനെ ഭാഷ പഠിക്കുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. ഒരുപാട് കിലോമീറ്റർ പോയിട്ട് 1-2 പേരെ കണ്ട് 1-2 വാക്കുകൾ അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാനായിട്ട് ഞാൻ 15-16 കിലോമീറ്റർ സഞ്ചരിച്ച് അവരോട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊണ്ടിരുന്നു. എന്നാൽ ഞാന് ഇവിടെ നാഗാലാൻഡിൽ നിൽക്കണമെന്നുള്ള ഒരു ചിന്ത എനിക്ക് ഇല്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരോടുള്ള ബന്ധത്തില് അവരെ സൺഡേ ക്ലാസ്സിൽ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സാറ്റർഡേ പോയിട്ട് സാറ്റർഡേ ക്ലാസ്സിൽ അവരെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ചില സഹോദരന്മാർ ആ നിലയിൽ എന്നെ എൻകറേജ്മെന്റ് ചെയ്തു, ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ഈ കാര്യം കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അതിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലൊരു ഉറപ്പ് കർത്താവ് തന്നു, ഇവിടെ നിൽക്കുക എന്നുള്ളത്. അങ്ങനെ പല വീടുകൾ മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നു. ഭക്ഷണമൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടൊക്കെ ഞാൻ വന്നു. ദൈവം അതിനൊക്കെ എല്ലാം വഴിയൊരുക്കി തന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം 7ാം മൈൽ 7th മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ആരാധന ഞങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ
അവിടെ നിന്ന് ഏതാണ്ട് 1-2 കിലോമീറ്റർ മാറിയിട്ടും വീണ്ടും ഒന്ന് രണ്ട് ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ചർച്ചിൽ ഞാൻ പോയി വരിക പതിവായിരുന്നു സൺഡേയില്. എന്നാൽ വീണ്ടും അവിടെ നിന്ന് എനിക്ക് മാറേണ്ടതായിട്ട് വന്നു. കാരണം എനിക്ക് ഇച്ചിരി പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വേറെ ദേവദാസന്മാർ വരികയും അവർ ആ നിലയിൽ ചർച്ചിനെ ടേക്ക് കെയർ ഓഫ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അതിനുശേഷം ടൗണിലോട്ട് വന്നു. ഫെസിലിറ്റീസിന് വേണ്ടിയൊന്നുമല്ല ടൗണിലോട്ട് വന്നത്. ടൗണിലോട്ട് വന്നു കാരണം അവിടെ ടൗണില് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സുവിശേഷകൻ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ വീട്ടിൽ ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെയുള്ള ഉടമസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കുറച്ച് സ്ഥലം, പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു സ്ഥലം തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഒരു ഹോളൊന്നുമില്ല. ഞാനിപ്പോൾ ഇരിക്കുന്നത് ആ ഹോളിലാണ്. ആ സ്ഥലം ഞങ്ങൾക്ക് സഭകളിന് ഫ്രീ ആയിട്ട് തന്ന സ്ഥലത്ത് സഭകൾ ചെയ്യുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ആ സഭകളിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ സൂം മീറ്റിങ്ങിൽ നിങ്ങളോട് ഒത്തൊരുമിച്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ടാണ് ആ പ്രിയ മാതാവ് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നത്. എന്നാൽ ഒരുപാട് വർഷം ഈ സ്ഥലത്ത് സഭാഹാള് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതിനായിട്ടുള്ള ഇങ്ങനെയുള്ള ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ എന്നെയും വലുതായിട്ടൊന്നും ആൾക്കാർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ താമസിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരുപാട് വർഷം പ്രവർത്തിച്ചു. ഇവിടെയുള്ള വിശ്വാസികൾ തന്നെയാണ് ഇങ്ങോട്ട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്നുകൊണ്ടിരുന്നത്. സുവിശേഷം പറയുന്നുണ്ടായിരുന്നു. ട്രാക്റ്റും എല്ലാമൊക്കെ വെച്ച് സഞ്ചിയിൽ നിറച്ച് പലയിടത്ത് പോയി സുവിശേഷം അറിയിച്ചു. പക്ഷെ ആൾക്കാർ കേൾക്കുന്നുണ്ട്, എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട്. പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവര് എന്നോട് തിരിച്ചു പറയുകയും ചെയ്തു. എന്നാൽ എനിക്ക് അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചില്ല. പിന്നെ അനേക വർഷങ്ങൾ കടന്നുപോയി. അപ്പൊ ഈ സമയത്തൊക്കെയും എനിക്കും എൻ്റെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ അനുഭവപ്പെട്ടിരുന്ന സമയം. ഞാന് ഏതാണ്ട് 2006 ആദ്യ ഘട്ടങ്ങളിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷ അറിയത്തില്ലായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള സമയം. ഇവിടെ ഉണ്ടായിരുന്ന ദേവദാസനും തിരിച്ചു പോയപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. കാരണം ഇവിടെ താമസിക്കുമ്പോൾ അറിയാമല്ലോ, വാടക നമുക്ക് കൊടുക്കണം. അങ്ങനെ ഒരു സമയം എൻ്റെ കയ്യിൽ എനിക്കൊന്നുമില്ലായിരുന്നു. കേവലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മാത്രമായിരുന്നു. 1 വീക്ക് പാർലേജി 1 പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിരുന്നു. ഞാൻ 1 വീക്കിൽ അതും കട്ടൻ ചായയും കൂടെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കറണ്ട് ബില്ലടയ്ക്കുവാൻ പോലും കാശില്ലാതെ വന്ന ഒരു സമയമായി. ഏതാണ്ട് 375 രൂപ കറണ്ട് ബില്ല് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ലായിരുന്നു. പിന്നെ വളരെ ബുദ്ധിമുട്ടി. അതിനുവേണ്ടി ഞാൻ വലിയൊരു പ്രാർത്ഥനയൊന്നും നടത്തിയൊന്നുമല്ല. ആസ് യൂഷ്വൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ആവശ്യമൊക്കെയും പിന്നീട് കർത്താവ് അറിഞ്ഞ് നടത്തി. നേരത്തെ നമ്മൾ കേട്ടതുപോലെ അവൻ എല്ലാം കരുതി.
അത് മാത്രമല്ല, ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, ബൈക്ക് ആക്സിഡന്റ്. ആ സമയത്ത് ഇവിടെയുള്ള അതായത് പാരൽ ഗവൺമെന്റ് അവരിലുള്ള കുറച്ചു പേര് ഇവിടെ വന്നിട്ട് എന്നെ കാണുകയും ആ നിലയിൽ അവരുടെ വണ്ടിക്ക് കേടുപാട് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഹരാസ്മെന്റ് ഒക്കെ എന്നെ ചെയ്തു. അങ്ങനെ ഉറക്കമില്ലാത്ത ദിവസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാലൊക്കെ അതൊക്കെ ആ തടസ്സമൊക്കെ കർത്താവ് മാറ്റി തന്നു. പിന്നീട് അവരോട് പറയുവാനൊക്കെയുള്ള വാക്കും ആ നിലയിലൊക്കെ കർത്താവ് എനിക്ക് തക്ക സമയത്ത് നൽകി. ദൈവം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ അവൻ എന്നെ വിടുവിച്ചു. എന്നാൽ ഇവിടെ പ്രവർത്തനത്തിന് പോകുന്ന സമയം ആദ്യകാലത്ത് പ്രവർത്തനത്തിന് പോകുന്ന എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ബൈക്ക് ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിനുശേഷം പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നത് ഓട്ടോറിക്ഷയല്ല. ഇവിടെ ഓട്ടോറിക്ഷ പോകുന്നതിനൊക്കെ ഭയങ്കര കാശ്. അങ്ങനെ നടന്നു പോകുന്നത് വന്ന് നാട്ടില് നമുക്കറിയാം, പലരും നമ്മളെ സുവിശേഷന്മാരൊക്കെ പണ്ടൊക്കെ നടന്നാണ് ഒരുപാട് സ്ഥലത്ത് സുവിശേഷം അറിയിക്കാനായിട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതും എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം കാൽനടയായിട്ട് സുവിശേഷം അറിയിക്കാൻ പോയത്. അങ്ങനെ ഏതാണ്ട് 2-3 വർഷത്തോളം അങ്ങനെ കാൽനടയായിട്ട് ഓട്ടോറിക്ഷയിലും പലർക്കും ഇറങ്ങിയിട്ട് അങ്ങനെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് പൊക്കോണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത 1-2 നന്മകളെ കുറിച്ച് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിസന്ധിയുടെ മധ്യത്തില് ആയിരിക്കുമ്പോൾ അവന്റെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഇടയ്ക്ക് ആസാമിൽ നിന്ന് കുറച്ച് സഹോദരന്മാർ വന്ന സമയത്ത് എന്നെ കുറിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും പല കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഏതാണ്ട് എനിക്ക് 19-20 വയസ്സേ ഉള്ളൂ. എന്നെ എൻകറേജ്മെന്റ് ചെയ്തു, കുറച്ചുകൂടെയൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് എന്നെ എൻകറേജ്മെന്റ് ചെയ്ത സമയത്ത് ഞാൻ ചെന്നൈ സ്റ്റുവേർഡ് ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ച ഒരു സമയമായിരുന്നു. ആ 3 വർഷവും ഭാഷ പഠിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ആ നിലയിൽ എന്നെ തന്നെ ഒന്ന് എക്വിപ്പ് ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിന് ഞാൻ ദൈവത്തിന് വളരെയധികം നന്ദി പറയുന്നു. കാരണം ഇവിടെ പ്രത്യേകിച്ച് നാഗാലാൻഡിൽ ആയിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ലാംഗ്വേജും ഇംഗ്ലീഷാണ് കൂടുതൽ പേര് സംസാരിക്കുന്നത്. കോമൺ ആയിട്ട് നാഗാമീസ് സംസാരിക്കുമെങ്കിലും ഇംഗ്ലീഷിലാണ് ഇവിടെ മിക്ക പേരും സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചർച്ചിലും അതുപോലെ തന്നെ ഭവനത്തിലും ഒക്കെ കടന്നു വരുന്നവര് നമ്മളോട് അവര് ആദ്യം ഇംഗ്ലീഷിലാണ് ഓരോ കാര്യമൊക്കെ പറയുന്നത്. ഞാൻ ആദ്യമൊക്കെ ഇത് വളരെയധികം ബുദ്ധിമുട്ടി. കാരണം മലയാളം മാത്രം അറിയാവുന്ന ഞാന് എന്താണ് അവരോട് പറയാനായിട്ട് ഒന്നും പറയാനായിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്തതിന് പ്രകാരം കർത്താവ് എനിക്ക് കൃപ തന്നു. അങ്ങനെ അവരോട് സംസാരിക്കുവാനായിട്ടൊക്കെ കർത്താവ് എനിക്ക് കൃപ കാണിച്ചു. അപ്പോൾ ഞാൻ പഠിച്ചിട്ട് 2011 ഞാൻ ചെന്നൈയിൽ നിന്ന് പഠിച്ചതിന് ശേഷം തിരിച്ച് ഇവിടെ തന്നെ ഞാൻ കടന്നു വന്നു. തിമാപൂര് ടൗണിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഒരു കുക്കികളുടെ ഒരു കോളനി ഉണ്ട്. ആ കോളനിക്കകത്താണ് ഞാൻ താമസിക്കുന്നത്.
അപ്പൊ ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങളുടെ ഇവിടുത്തെ ടീച്ചിങ് എന്നും ഞങ്ങൾ പറയുന്ന ഈ വചനം ഇവിടത്തെ പ്രിയ മാതാവ് കേട്ടതിന് പ്രകാരം പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം അനുഭവപ്പെട്ടു. പുള്ളിക്കാരി പൊക്കോണ്ടിരിക്കുന്ന ചർച്ചിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരി ഇപ്പൊ ഞങ്ങളുടെ സഭയിലാണ് കടന്നു വരുന്നത്. കാരണം ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അവിടുന്ന് തിരിച്ചു വന്നതെന്ന്. ഇവിടെ ഞങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പറയുന്നതും അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് കടന്നു വരുന്നതെന്ന് പ്രിയ മാതാവ് ആ നിലയിൽ പറഞ്ഞു. അത് ഞങ്ങൾക്ക് വളരെയധികം എൻകറേജ്മെന്റ് തരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥയാണ് പ്രിയ മാതാവ്. ആ നിലയിൽ പുള്ളിക്കാരി സഭയിൽ കടന്നു വരികയും അങ്ങനെ സഭയ്ക്ക് ഒരു താങ്ങായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. പ്രായമുണ്ട്, 77 വയസ്സെങ്ങാണ്ടുണ്ട് ഇപ്പോഴും. പ്രാർത്ഥിക്കുക പ്രിയ അമ്മച്ചിയോർത്ത്. അതുപോലെ ഞങ്ങളിപ്പോഴ് ഇവിടെ നാഗാലാൻഡ് ടൗണില് 7 കുടുംബങ്ങളെ കർത്താവ് എനിക്ക് തന്നു. ഇപ്പോൾ ഒരു പുതിയ ഒരു വ്യക്തി ഞങ്ങളുടെ ചർച്ചിലോട്ട് കടന്നു വരുന്നുണ്ട്. ഈ ഏരിയയിൽ, അതായത് ഈ കോളനിക്കകത്ത് വലിയൊരു കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് പ്രാവശ്യം പുള്ളിയുടെ വീട്ടിൽ ചെന്ന് വചനം പറയുകയും വിളിക്കുകയും ചെയ്തു. വരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വരത്തില്ലായിരുന്നു. എന്നാൽ പുള്ളിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയി കാണുകയും അങ്ങനെ പുള്ളിയോട് സംസാരിക്കുകയും സഭയിൽ വരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന് ഇപ്പോൾ പുള്ളിക്ക് വലിയൊരു മാനസാന്തരമാണ് സംഭവിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിട്ടില്ല, എങ്കിലും വലിയൊരു മാനസാന്തരം പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ പുള്ളി ഞങ്ങളുടെ സഭയിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഒരു വേദപുസ്തകമൊക്കെ പുള്ളിക്ക് കൊടുത്തു, അതൊക്കെ വായിക്കുന്നുണ്ട്. 10 മണിക്ക് മുമ്പേ തന്നെ പുള്ളി നമ്മുടെ സഭയിൽ കടന്നു വരാറുണ്ട്. അവന്റെ പേര് രവി എന്നാണ്. ആന്ധ്രയിൽ നിന്ന് കുഞ്ഞുനാളിലെ വന്ന ഒരു സഹോദരനാണ്. ആ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേക വയ്ക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ ഞങ്ങള് ചെയ്യുന്ന ശുശ്രൂഷ, കൂടുതലായിട്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് പരസ്യയോഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആസാമിലും പല സ്ഥലത്തുമൊക്കെയും സുവിശേഷം പബ്ലിക്കലി അവർക്ക് പറയുവാനായിട്ട് അവസരമില്ല. എന്നാൽ ഇവിടെ നാഗാലാൻഡിൽ ഏതാണ്ട് 95-97% ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് എവിടെയും നമുക്ക് പോയിട്ട് കർത്താവിൻ്റെ വചനം, സുവിശേഷം അറിയിക്കാം. ബുദ്ധിമുട്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ സ്ഥലത്തും നമുക്ക് ആക്സസ് ഉണ്ട് പോകുവാനായിട്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ളവർ പോലും ഞങ്ങളുടെ കാതുകളിൽ വന്ന് കൂകിയിട്ട് പോകുന്നതും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഞങ്ങൾ കൂടുതലും ഒന്നുകൂടെ പ്രചോദനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പോകുവാനായിട്ടുള്ള താല്പര്യം ഞങ്ങളിൽ ഉളവാകുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും ഞങ്ങൾ ഔട്ട്റിച്ചാണ് ചെയ്തുകൊണ്ടുവരുന്നത്. ദേശത്ത് സത്യസുവിശേഷം വിളിച്ചറിയിക്കുക എന്നതാണ് ഇപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തനമുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് നാഗാലാൻഡിലെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ദൈവഭയം പോലും ഇല്ലാത്ത ഒരു ജനറേഷനെയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള സൺഡേ ക്ലാസ്സിന് വരുന്ന ഏതാണ്ട് 30-ൽ അധികം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ സൺഡേ ക്ലാസ്സിന് കടന്നു വരുന്നുണ്ട്. അവരെ ദൈവവചനം ആ നിലയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിഞ്ഞ്
അവര് വളർന്നു വരുന്ന സമയത്ത് രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് വർഷം ഒറ്റയ്ക്കാണ് താമസിച്ചത്. എന്നാല് ആ സമയത്ത് വിവാഹമൊന്നും കഴിച്ചില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് ഏതാണ്ട് 2023 ഞാൻ വിവാഹം കഴിക്കുന്നത്. നാട്ടിലൊക്കെ ഞാൻ ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങോട്ട് വരുവാനായിട്ട് മിക്ക പേർക്കും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ദൈവം കൃപ കാണിച്ച് ഒരു ട്രൈബലായിട്ടുള്ള ഒരു മണിപ്പൂരിലുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം ചെയ്തത്. അവളുടെ പേര് ഇത്തിരി നീളമുള്ള പേരാണെങ്കിലും എൻ്റെ ഭവനക്കാര് ഒരു പേര് അവൾക്ക് കൊടുത്തു. ചിന്ന എന്നാണ് അവളുടെ പേര്. ഇപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, 2 വയസ്സായിട്ടുള്ളൂ. കുഞ്ഞിൻ്റെ പേര് റൈസൺ എന്നാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഇവിടെ ദിമാപൂര് ടൗണിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമായിട്ടാണ് ഭവനത്തിലും അതുപോലെ സഭയിലും ഞങ്ങളെല്ലാവരും ആയിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപ ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെ ഞാൻ ഇത്തരണത്തിന് ഓർക്കുകയാണ്. നേരത്തെ സഹോദരി പാടിയതുപോലെ എണ്ണി തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളും നന്മകളുമാണ് ദൈവം എൻ്റെ ജീവിതത്തിലും ഈ നാഗാലാൻഡിൽ എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. ആദ്യ അവസരങ്ങളിൽ ഞാൻ തിരിച്ചു പോകണം എന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. ആ നിലയിൽ ദൈവം കരുതി. ആത്മാക്കളെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നാഗാലാൻഡിൽ അടുത്ത മാസം ദൈവം കൃപ കാണിച്ചാൽ ആദ്യമായിട്ട് നാഗാലാൻഡിൽ ഞങ്ങൾ 3 ദിവസത്തെ സുവിശേഷ യോഗം ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നു. അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ ഒരു ശുശ്രൂഷ മുഖാന്തരമാകും എന്ന് ഞങ്ങൾ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദിമാപൂരിലുള്ള മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളിവിടെ 4 സഹോദരന്മാരാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അനേക സ്ഥലങ്ങളുണ്ട് നാഗാലാൻഡിൽ സുവിശേഷ വേല ചെയ്യുവാനായിട്ട്. ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആണെങ്കിൽ തന്നെയും രക്ഷിക്കപ്പെടാത്ത, മാനസാന്തരപ്പെടാത്ത അനേകരിവിടെ ഉണ്ട്. കേവലം പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്നവരല്ല, ഇവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ളവർ പോലും രക്ഷിക്കപ്പെടാത്ത അനേകരുണ്ട്. അപ്പൊ അവരെയും നേടുന്നതിന് വേണ്ടി, കർത്താവിലേക്ക് ആദായപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു മീറ്റിംഗ് ഞങ്ങൾ ക്രമീകരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കണം. അടുത്ത മാസം 19, 20, 21 തീയതികളിലാണ് ഞങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സമയം ഏതാണ്ട് അടുത്തു. പറഞ്ഞാല് സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യം പറയുവാനായിട്ടുണ്ട്. പറഞ്ഞാലൊന്നും തീരത്തൊന്നുമില്ല. എങ്കിലും ഇതുവരെയും കർത്താവ് നടത്തി. വളരെ പ്രയാസത്തിന്റെ മധ്യത്തിലും ബുദ്ധിമുട്ടിന്റെ മധ്യത്തിലും ഒക്കെയും രോഗബാധിതനായിട്ട് കിടന്ന സമയത്തൊക്കെയും കർത്താവ് താങ്ങി. ഒറ്റയ്ക്കായിരുന്ന സമയത്ത് രോഗമൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഉള്ളവരൊക്കെ വന്ന് ആ നിലയിൽ സഹായിച്ചു. അതൊക്കെയും ഇതുവരെയും ദൈവം നിലനിർത്തി. മുന്നോട്ട് പോകുവാനായിട്ടുള്ള ധൈര്യം അവൻ ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെയാണ് ഞാൻ മുന്നോട്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നാഗാലാൻഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിട്ടുപോയി. നാഗാലാൻഡിലെ കൊഹിമയില് ശങ്കരനാരായണൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ദിമാപൂരില് സലിൽ സിൻഹ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ വർക്ക് ചെയ്യുന്നു. അതുപോലെ 3rd മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് സിയോൺ പാണി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇനിയും പലരും ഈ സൂം മീറ്റിംഗിൽ ആയിരിക്കുന്ന പലരും കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാഗാലാൻഡിൽ അനേക സ്ഥലങ്ങളുണ്ട് പ്രവർത്തിക്കുവാനായിട്ട്. ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇവിടെ അനേകര് കർത്താവിനെ അറിയാതെ കണ്ടുമുട്ടാതെ ഇരിക്കുന്നവരുണ്ട്. അവരുടെ അടുക്കിലേക്ക് വന്ന് കർത്താവിന്റെ വചനം
പറയുവാനായിട്ട് ദൈവം നിങ്ങളെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ഈ സൂം മീറ്റിങ്ങിൽ കൂടെ കർത്താവിൻ്റെ ദാസൻ ബ്രദർ സന്തോഷ് ഒരുക്കി തന്ന അവസരത്തിന് ഓർത്ത് ഞാൻ പ്രിയപ്പെട്ടവനോട് നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഈ സൂമിൽ ഇരിക്കുവാനും തക്കോണം കർത്താവ് ഇടയാക്കി, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനും നന്ദി പറയുന്നു. നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ ഒരു 2-3 മിനിറ്റിനകത്ത് വച്ച് എന്നെ ചിന്തിപ്പിച്ച ഒരു ആലോചന പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യവും, അതുപോലെ 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യവും, 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യവും. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തില് പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാതെ ഡയറക്റ്റ് ഞാൻ വാക്യത്തിലോട്ട് കടന്നു വരുന്നത്. 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. നല്ല പ്രവൃത്തി, ഗുഡ് വർക്ക് എന്നാണ് നമ്മൾ കാണുന്നത്. നല്ലവനായ ദൈവം അവന്റെ നല്ല പ്രവൃത്തി, നല്ല വേല ചെയ്യുവാനായിട്ട് അവൻ നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് പല സ്ഥലങ്ങളിൽ നമ്മളെ അയച്ചിരിക്കുകയാണ്. ഞാനും ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരും ദൈവമക്കളും ചെയ്യുന്ന ഈ വേല, ഈ സൂം മീറ്റിംഗിൽ നമ്മളെ പാടി സ്തുതിക്കാം എന്നുള്ള ഈ മീറ്റിംഗ് പോലും നല്ല വേലയാണ് എന്നത് എത്രയോ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. നല്ലവനായ കർത്താവ് നമുക്ക് തന്ന നല്ല വേല നമ്മളത് നല്ലതുപോലെ തന്നെ ചെയ്യണം. അതിന് ഒരു കാര്യമാണ് നല്ലപോലെ ചെയ്യുവാനായിട്ട് നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത്, പ്രാർത്ഥനയാൽ കൂടെ. നെഹമ്യാവിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ കൂടി താൻ പ്രാപിച്ച ശക്തി, പ്രാർത്ഥനയിൽ കൂടെ താൻ പ്രാപിച്ച ദൈവത്തിന്റെ ഗൈഡൻസ്, അത് തനിക്ക് ഉത്തേജനമായിട്ട് മാറുകയും ആ ഒരു നേഷനെ തന്നെ തനിക്ക് ഉത്തേജിപ്പിക്കുവാനും ചുമല് കൊടുക്കുവാൻ, കർത്താവിന്റെ നല്ല വേലയ്ക്ക് ചുമല് കൊടുക്കുവാനായിട്ട് ജനത്തെ ഒരുക്കിയെടുക്കുവാനും തക്കവണ്ണം നെഹമ്യായിൽ കൂടെ കർത്താവ് ഇടയാക്കി തീർത്തു. നമുക്കറിയാം, ജനം വളരെയധികം ദുഃഖിച്ചും കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരുന്ന സമയത്ത് നെഹമ്യാവ് വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നെഹമ്യാവിന്റെ പേരിന്റെ അർത്ഥം യഹോവ ആശ്വസിപ്പിക്കുമെന്ന്. അവൻ നെഹമ്യാവിൽ കൂടെ കർത്താവ് ജനത്തെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ നല്ല പ്രവൃത്തിക്കായിട്ട് അവരെ ഒരുക്കിയെടുക്കുന്ന നെഹമ്യാവിനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവിന്റെ വേല, വർക്ക് ഓഫ് ദെയർ ലോർഡ്. കർത്താവിന്റെ വേല, അവന്റെ വേലയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെ. ഇത് എൻ്റെ വേലയല്ല, അവൻ എനിക്ക് തന്ന വേലയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഉപകരണമാണ് അവന്റെ കയ്യിൽ. അവൻ തന്ന വേല നമ്മൾ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ക്രെഡിറ്റും നമുക്കില്ല. പൗലോസ് പറയുന്നത് പോലെ നടുന്നവനും നനയ്ക്കുന്നവനുമല്ല, വളരുമാറാക്കുന്ന ദൈവം അവനാണ് പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് അവന്റെ വേലയെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് അവൻ തന്ന ആ ബേർഡൻ നമ്മളത് ഫുൾഫിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. എൻ്റെ വേലയല്ല, അവൻ തന്ന വേല. അത് നമ്മൾ മനസ്സിലാക്കി അവന് കീഴ്പ്പെട്ട് അവന്റെ വേല ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമാണ്. എന്നാൽ അതിനുശേഷം നമുക്കറിയാം, അവിടെ ഈ കർത്താവിന്റെ വേല ചെയ്യാതെ വണ്ണം കുറച്ചു പേര് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവർക്ക് ഇവിടെയും എൻകറേജ്മെന്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്, എന്താ, ഇത് കർത്താവിന്റെ വേലയാണ്.
നെഹമ്യാവിന്റെ വേലയല്ല, ഇസ്രായേലിന്റെ വേലയല്ല, യഹോവയായ ദൈവത്തിന്റെ വേലയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും അവന്റെ വേലയാണ്, നമ്മുടെ കർത്താവിന്റെ വേലയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സോടുകൂടെ ചെയ്യണം, നല്ലതുപോലെ ചെയ്യണം, ആരോഗ്യത്തോടുകൂടെ ചെയ്യണം, പ്രാർത്ഥനയോടുകൂടെ ചെയ്യണം, നല്ലവണ്ണം പ്രവർത്തിക്കണം. അതാണ് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചപ്പോൾ അവന്റെ ആഗ്രഹം. അവസാനമായിട്ട് ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ നെഹമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ എം ഡൂയിങ് എ ഗ്രേറ്റ് വർക്ക്. ഞാനൊരു വലിയ വേല ചെയ്യുന്നു. വലിയ വേല, വലിയവനായ ദൈവത്തിന്റെ വേല, ആ മിനിസ്ട്രി അത് വലുതാണ്. അവൻ തന്നിരിക്കുന്ന മിനിസ്ട്രി ഏറ്റവും വലിയൊരു മിനിസ്ട്രിയാണ് നമുക്ക് അവൻ തന്നിരിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ജീവിതത്തെ ഈ കർത്താവിന്റെ വലിയ വേലയ്ക്ക് ചുമല് കൊടുക്കുക, നല്ല വേലയ്ക്ക് ചുമല് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, അല്ലെ, നമ്മൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ഈ വലിയ വേല, ഈ കർത്താവിന്റെ വേല അത് നമ്മുടെ അന്ത്യം വരെയും ചെയ്യുവാൻ തക്കവണ്ണം, നമ്മളത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നെഹമ്യാവിന് തുണയായിരുന്നത് പോലെ നമുക്കെല്ലാവർക്കും തുണയായിരിക്കും. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഒത്തൊരുമിച്ച് ഇസ്രായേൽ ജനം നെഹമ്യാവ് പറഞ്ഞതുപോലെ ഒത്തൊരുമിച്ച് അവർ പ്രവർത്തിച്ചു. നല്ല വേലയ്ക്ക് ഒത്തൊരുമിച്ച് അവർ ചുമല് കൊടുത്തു. കർത്താവിന്റെ വേലയ്ക്ക് ഒത്തൊരുമിച്ച് അവർ പ്രവർത്തിച്ചു. കർത്താവിന്റെ വലിയ വേലയ്ക്ക് അവര് സാക്ഷ്യം വഹിച്ചതായിട്ട് കാണും. ആ നിലയിൽ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന ഓരോ സ്ഥലത്ത് ഈ നല്ല വേല ചെയ്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം വരുന്ന ദിവസങ്ങളിൽ നമ്മളെല്ലാവരെയും ആ നിലയിൽ സഹായിക്കട്ടെ. ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും കണ്ണുനീരിന്റെയും മധ്യത്തിൽ നമ്മൾ അവനെ സേവിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം കർത്താവ് നമുക്കെല്ലാവർക്കും ആ നിലയിൽ അവൻ വെച്ചിരിക്കുന്ന ആ റിവാർഡ്, ആ പ്രതിഫലം തരുന്ന ദിവസം നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ഈ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഈ വചന മുഖാന്തരം കർത്താവ് നമ്മളെ എല്ലാവരെയും ആ നിലയിൽ സഹായിക്കട്ടെ, എൻകറേജ് ചെയ്യട്ടെ. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ കേൾപ്പിച്ച ഈ വചന മുഖാന്തരം നെഹമ്യാവ് ജനത്തെ എൻകറേജ് ചെയ്തതുപോലെ ദൈവത്തിന്റെ വചനം നമ്മളെല്ലാവരെയും എന്നെയും എൻകറേജ് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എനിക്കിങ്ങനെ ഈ സൂം മീറ്റിങ്ങിൽ ആയിരിക്കാൻ തക്കോണം കർത്താവ് കൃപ കാണിച്ചതിന് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പ്രിയ സന്തോഷ് ബ്രദറിനോട് നന്ദി പറയുന്നുണ്ട്. വലിയവനായ ദൈവത്തിന്റെ ഒരു നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നും നമുക്ക് ഈ സൂം മീറ്റിങ്ങിൽ കൂടി ഒന്നിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പ്രിയ കർത്തൃദാസൻ രതീഷ് മൂലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജും സാക്ഷ്യമാണ് നാം കേട്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാഗാലാൻഡ് കേരളത്തിൽ നിന്ന് വളരെയധികം ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ സിറ്റുവേഷൻസ് ഒന്നും പലതും നാം അറിയുന്നില്ല. വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടാണ് കർത്താവിന്റെ വേല ശ്രീ കർത്തൃദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നാം കേൾക്കുകയാണ്. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും നല്ലവനായ ദൈവം, വിളിച്ചവൻ വിശ്വസ്തൻ, ശ്രീ കർത്തൃദാസനെ ഇത്രത്തോളം കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവമോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പാട്ടിൽ കൂടി കേട്ടതുപോലെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. എണ്ണമില്ലാത്ത കൃപകളാൽ അവൻ നമ്മളെ ഓരോ നാളും താങ്ങി നടത്തുന്നു. അതാണ് നാം കേട്ടുകൊണ്ടിരുന്നത്.
വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും വിട്ടു ഓടുന്നവനല്ല നമ്മുടെ ദൈവം. കരം പിടിച്ച് നടത്തുന്ന ആ നല്ല ദൈവത്തെ സേവിക്കുവാൻ തക്കണം ഒരു കർത്തൃദാസനും കുടുംബത്തിനും ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ശ്രീ കർത്തൃദാസൻ നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. അവിടെ സൺഡേ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അനേക കുട്ടികൾ വന്ന് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഫ്യൂച്ചറിൽ ആ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു സഭയായിട്ട് അവിടെ മാറുവാൻ ദൈവം ഇടവരുത്തും. മാത്രമല്ല, കുട്ടികൾ മൂലം മാതാപിതാക്കളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുവാനും അവർക്കും ഈ നല്ലവനായ ദൈവത്തെ പിൻചൊല്ലുവാനും തക്കവണ്ണം വലിയവനായ ദൈവം ഇടവരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ പുതിയതായിട്ട് കടന്നു വന്ന ഒരു പ്രിയ സഹോദരന്റെ കാര്യം നാം കേൾക്കുകയുണ്ടായി. ആ സഹോദരൻ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ തക്കണം അവയവരും പ്രാർത്ഥനയും നമുക്ക് ഓർക്കാം. മാത്രമല്ല, അടുത്ത മാസം നടക്കുവാനിരിക്കുന്ന വൃത്തിയായ യോഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമൂലം അവിടെ ഒരു വലിയൊരു ഉണർവുണ്ടാകുവാൻ തക്കണം ആ പ്രിയ കർത്തൃദാസൻ പ്രവർത്തിക്കുന്ന ദിമാപൂരിൽ തന്നെ ഒരു നല്ലൊരു വലിയൊരു കൂട്ടം ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. അതുപോലെ പ്രിയ സഹോദരി ചിന്ന, അതുപോലെ റൈസിമോൻ, പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ഇന്ന് ഈ കാൽവരിനാഥ മിനിസ്ട്രിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ നിങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ സഹകരണവും സ്നേഹവും കൊണ്ടാണ് ഈ ഒരു മിനിസ്ട്രി എത്രത്തോളം വിജയകരമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നോർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്ത് വരും കാലങ്ങളിലും മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയ കർത്തൃദാസൻ സന്തോഷ് ഇന്ന് അവിടെ നെറ്റിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കടന്നു വരുവാൻ സാധിക്കാതിരുന്നത്. മാത്രമല്ല, പ്രാർത്ഥന വിഷയമായിട്ട് ഒരു കാര്യം പറയുന്നത്, പ്രിയ കർത്തൃദാസന്റെ മാതാവ് ക്യാൻസറിൻ്റെതായ ചില പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ദൈവമെങ്കിൽ വീണ്ടും വരുന്ന മൺഡേ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുവാനും ഈ ആഴ്ചകളിൽ തന്നെ ഒരു ഓപ്പറേഷനാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയ സഹോദരനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇക്കാലം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അറ്റ്ലാന്റയിലുള്ള തോമസ് എബ്രാച്ചായൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് പ്രിയ തോമസ് എബ്രാച്ചാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മാത്രമല്ല, 2 ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച് പ്രിയ സഹോദരി അസനത്ത് കണ്ണൻ നായർക്കും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ അവസരത്തിൽ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിവിധ നിലകളിൽ, വിവിധ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കർത്താവിൻ്റെ വചനം പ്രഘോഷിപ്പാനും കർത്താവെ തമ്മിൽ സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ കേട്ട സാക്ഷ്യത്തെ ഓർത്ത് കർത്താവെ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സുവിശേഷകൻ രതീഷ് കർത്താവെ ദീമാപൂരിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവന് രക്ഷയിലേക്ക് വരുവാനും കർത്താവിൻ്റെ വേലയിലായിത്തീരുവാനും അവിടുന്ന് ഇടയാക്കിയ ആ വിധങ്ങളെയും നല്ല സാക്ഷ്യങ്ങളെയും കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭത്തിൽ കർത്താവെ നല്ല പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം നിന്റെ മകൾ ആസനത്തിനും സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപകളെക്കുറിച്ച് എന്നും പാടി സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന നാളുകളിൽ അവിടുന്ന് സഹായിക്കണം. ആ ഗാനത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയ സഹോദരിക്ക് ആവശ്യമായ കൃപകളെ നൽകി വരുന്ന നാളുകളിലും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതാനുഭവങ്ങളിൽ കൂടി നിന്റെ സഹോദരൻ, നിന്റെ ദാസൻ നാഗാലാൻഡിൽ കർത്താവെ പ്രവർത്തിക്കുന്ന
ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവെ, വിപരീത സാഹചര്യത്തിൽ നിന്ന് കർത്താവിലേക്ക് വരുവാൻ നീ അവനെ വിളിച്ച് വേർതിരിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രക്ഷയിലേക്ക് വരുവാനും കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാനും കാലാകാലങ്ങളിൽ സഹായിച്ചുകൊണ്ടിരുന്നു. അതോർത്ത് സ്തോത്രം. തുടർന്ന് ദൈവവചനം കുമ്പനാട്ട് പഠിക്കുന്നതിന് ഇടയായി. അത് കഴിഞ്ഞ് നാഗാലാൻഡിലേക്ക് സുവിശേഷ വേലയുമായി കർത്താവിനെ അയച്ചു. എന്നാൽ ഭാഷയ്ക്ക് പല പ്രയാസങ്ങളും പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയും ഉണ്ടായി. അവിടെ നിന്ന് വീണ്ടും മദ്രാസിൽ പോയി പഠിക്കുവാനൊക്കെയുള്ള അവസരങ്ങളെ കൊടുത്ത് ആ ഭാഷയുടെ ലാംഗ്വേജ് ബാരിയറൊക്കെ നീക്കിക്കൊടുത്തു, സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ കുടുംബമായിട്ട് അവർ ദീമാപൂരിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത് കേട്ട് ഞങ്ങളും തിരുനാമത്തെ സ്തുതിക്കുന്നു. തനിക്കും തൻ്റെ ഭാര്യ ചിന്ന സഹോദരിക്കും 2 വയസ്സുള്ള റൈസനും മകനുമായിട്ട് ഞങ്ങള് അവരെ അനുഗ്രഹമായിട്ട് അവിടെ കഴിയുവാൻ വരുന്ന നാളുകൾ കർത്താവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല നാടുകളിലും അവര് വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയി. എന്നാൽ കർത്താവ് അവരെ വീണുപോകാതെ താങ്ങുകയും സഹായിക്കുകയും ചെയ്ത നല്ല സാക്ഷ്യത്തെ ഞങ്ങൾ കേട്ടു. തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടെ നടക്കുന്ന കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് സ്തോത്രം. ട്രാക്റ്റുകൾ കൊടുത്ത് വഴിയോരങ്ങളിൽ അല്ലെങ്കിൽ പരസ്യയോഗങ്ങളിൽ കൂടി സൺഡേ സ്കൂളുകളിൽ കൂടി കർത്താവിനെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നോടുകൂടി ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന 4 മറ്റ് സുവിശേഷകന്മാർ, അവരെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ച് പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസം വരെ 3 ദിവസം അവിടെ ഒരു സുവിശേഷ യോഗം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനും ആവശ്യമായ കൃപ കർത്താവെ നൽകി അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവർക്ക് ധാരാളമായി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ആളുകൾ ക്രിസ്ത്യാനികളാണ്. എന്നിരുന്നാലും അവര് രക്ഷയിലേക്ക് വന്നിട്ടില്ലാത്തവരാണ് അനേകരും. അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് ഈ സഹോദരന്മാരെ, പ്രത്യേകിച്ച് നിന്റെ ദാസനെ രതീഷിനെ അവിടുന്ന് ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താൻ ചെയ്യുന്ന എല്ലാ വേലയ്ക്കായിട്ടും കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. അതുപോലെ കർത്താവെ, തന്നിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞ ആ നല്ല പ്രബോധനത്തിനായിട്ടും തിരുനാമത്തെ സ്തുതിക്കുന്നു. നല്ല സാക്ഷ്യവും നല്ല പ്രബോധനവും ഇന്ന് കേൾപ്പിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കൈ അനുകൂലമായിട്ട് ആ നെഹമ്യാവിന് ഇരുന്നത് പോലെ ഈ നല്ല പ്രവൃത്തിയിൽ, കർത്താവിൻ്റെ പ്രവൃത്തിയിൽ അനുകൂലമായ കൈ ഇരുന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നീ ഇവർക്കും കൃപ ചെയ്ത് സഹായിക്കണമേ. കർത്താവിൻ്റെ വേലയാണ് നല്ല പ്രവൃത്തി എന്ന് ഉള്ളത് താൻ ഓർപ്പിക്കുകയുണ്ടായി. അത് ഓരോരുത്തരും മനസ്സിലാക്കി ആ പ്രവൃത്തിയിൽ കർത്താവെ, അതൊരു വലിയ വേലയാണ് എന്ന് മനസ്സിലാക്കി ആ നല്ല പ്രവൃത്തിയിൽ തുടരുവാൻ ദൈവമക്കൾക്ക് എല്ലാവർക്കും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൈ അതിന് അനുകൂലമായിരിക്കാൻ വരുന്ന നാളുകളിൽ നിന്റെ ദാസനും അവൻ്റെ കുടുംബവും മറ്റ് സഹോദരന്മാരും അവിടെയുള്ള സഭയ്ക്കും എല്ലാം കർത്താവെ, നിന്റെ കൈ അനുകൂലമായിരുന്ന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വരുന്ന നാളുകളിൽ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇന്ന് കേട്ട നല്ല സാക്ഷ്യത്തിനും നല്ല പ്രബോധനത്തിനുമായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗ് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാൽവറിനാഥം അതിൻ്റെ 169 എപ്പിസോഡ് ഇന്ന് ഈ നിലയിൽ അനുഗ്രഹമായിട്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിൻ്റെ ഓർഗനൈസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സുവിശേഷകൻ സന്തോഷ് മാത്യുവിനെയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. തൻ്റെ മാതാവിൻ്റെ ഒരു സർജറി തിങ്കളാഴ്ച നടക്കുവാനുണ്ട്.
കർത്താവെ, ആവശ്യമായ കൃപ നൽകി സഹായിക്കണം. ആവശ്യമായ എല്ലാ നന്മയും നൽകണം. കർത്താവെ, അവിടുത്തെ കരം കൂടെ ഇരിക്കണം. സാമ്പത്തികമായും ആവശ്യങ്ങളുണ്ട്, അതൊക്കെ നിവർത്തിച്ചു കൊടുത്ത് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന നിന്റെ മകൻ കർത്താവെ ബ്രദർ മാമൻ കുര്യൻ ബ്രദറിനെയും അവിടുത്തെ കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് ഇത്രത്തോളം അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, അതോടൊപ്പം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ നന്മകൾക്കുമായിട്ട് സ്തോത്രം. ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ കൂടി ഞങ്ങൾക്കും അറ്റൻഡ് ചെയ്യുവാൻ, ഇതൊക്കെ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എളിവരായി ഞങ്ങൾക്കും സഹായിച്ചല്ലോ, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ഇങ്ങനെ അനുഗ്രഹമായിട്ട് ഓരോ ആഴ്ചയും നടക്കുവാൻ കർത്താവ് വേണ്ട കൃപ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. കർത്താവ് വേഗം വരുന്നു എന്നുള്ളത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ ദാസന്മാരുടെ പ്രവൃത്തികളെ അവിടുന്ന് ആദരിക്കുന്നത് കൊണ്ട് സ്തോത്രം. എളിയവരെ എല്ലാവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ നന്മയും കൃപയും അനുഗ്രഹങ്ങളും നൽകണമേ. കർത്താവിന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നെ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവും ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടിയും വിശേഷാൽ ഇന്ന് ആ കർത്താവെ സാക്ഷ്യവും പ്രബോധനവും നൽകിയ നിന്റെ ദാസനോടുകൂടിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.